ഒരു കപ്പ് അവലുണ്ടോ നമ്മുടെയൊക്കെ കയ്യിൽ? എന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട, ഇതാ പുറമേ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു മുരിഞ്ഞ ചായക്കടി കേട്ടോ ഇത് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലോട്ട് 1.5 കപ്പ് ബ്രൗൺ കളറുള്ള അവലാണ് കേട്ടോ ഞാനെടുത്തത്. അതിലോട്ട് 3/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുകയാണ്. ഇനി അവലാണ്, ഒരുപാട് സമയമൊന്നും വരില്ല, ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വെള്ള കളർ അവലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഒന്നുകൂടിയും ഹെൽത്തി ബ്രൗൺ കളർ നല്ല തവിടോട് കൂടിയിട്ടുള്ള അവലാണ് കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അവൽ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഏകദേശം ഒരു കപ്പൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ അത് വീർത്ത് വരും കേട്ടോ. ഇനി നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു അവൽ നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ചെറിയ തരികളോ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. അത്രത്തോളം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു മുരിഞ്ഞ പലഹാരം. അപ്പോൾ അതാ ഒന്നാമത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തതും ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ആയപ്പോഴേക്കും കുറഞ്ഞൊരു ഡ്രൈ ആയതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത്. നമ്മുടെ മിക്സിയുടെ സ്വഭാവമൊക്കെ നമുക്കല്ലേ അറിയൂ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇതുണ്ടാക്കാൻ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ അരച്ചെടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചേർക്കുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ചായക്കടി റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അവൽ മുഴുവനായിട്ട് ഞാനിത് അവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് 3/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. കുതിർന്ന് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇതിലോട്ട് നമ്മൾ ആദ്യം ഒരു തവി നമ്മുടെ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നൈസ് പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു തവി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആദ്യം ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇതാ മിക്സാക്കിയിട്ട് ഇതിലിനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് ഒരു 1.5 സവാളയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ സവാളയാണെങ്കിൽ 1 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒരു 1.5 സവാള നിങ്ങൾക്ക് എടുക്കാം. നല്ല രീതിയിൽ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. കറിവേപ്പിൻ്റെക്ക് ഒരു പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ, കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുത്തോളൂ. മുരിഞ്ഞ് വരുമ്പോൾ നല്ല സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് കൊടുക്കട്ടോ. ആ കായത്തിൻ്റെ പൊടി ഇടുമ്പോൾ നല്ല രുചിയാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചതല്ല, ചെറിയ തരിയോട് കൂടിയിട്ടുള്ള കുരുമുളകും. 2 ടീസ്പൂൺ തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി പുളിയുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതി. ഒരു ചെറിയ പുളിയോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടണ്ടേ. അപ്പോൾ അതാ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കണം. നമ്മളിതിൽ ഒരു തവി അരിപ്പൊടി മാത്രമേ ചേർത്തുള്ളൂ. നമുക്ക് ഞാനിത് മുഴുവനായിട്ട് 2 തവി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വട റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് കുഴച്ച് നോക്കുക, ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അവലൊക്കെ പലരും പല രീതിയിലായിരിക്കുമല്ലോ എടുക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു കണക്ക്, അതുപോലെ എടുത്താൽ മതി കേട്ടോ. അരിപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയാലൊന്നും ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കുക. ഇനി നമ്മളൊരു ഇച്ചിരി സമയം ഇതൊന്ന് മാറ്റി വെക്കാൻ കേട്ടോ. ഇതിലോട്ട് നമ്മളിന്നൊരു സിമ്പിളും ടേസ്റ്റിയും അതുപോലെ തന്നെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചട്നി ഉണ്ടല്ലോ, ഒരു ചുവപ്പ് നിറത്തിലുള്ള, സിമ്പിളാണ്, നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയിലോട്ട് 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് മതി കേട്ടോ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതാ ചട്ടിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തേങ്ങയിൽ കൂട്ടിലോട്ട് ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ചട്നിക്ക് നല്ല രുചിയാണ് കേട്ടോ. മുളക് പൊടി ഒന്ന് ചൂടാക്കി ചെയ്യുമ്പോൾ
ഇങ്ങനെയാണ് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെഡ് കളർ ചട്നി ഉണ്ടല്ലോ, നമുക്ക് നല്ല കുട്ടി ദോശയുടെ കൂടെ കിട്ടുന്ന അതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ദോശയുടെ കൂടെ ഉണ്ടാക്കുക, വടയുടെ കൂടെയൊക്കെ സൂപ്പർ കോംബോ ആണ് ഈ ഒരു അടിപൊളി ചട്നി. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, വടയിലോട്ടൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ഒലിച്ച് പോലെ അങ്ങനെ വേണ്ട, കുറച്ച് തിക്ക് രൂപത്തിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾ ദോശയിലോട്ടാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ സാധാരണ നമ്മൾ കടുക്, വറ്റൽമുളക്, ഉഴുന്ന്, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒഴിക്കൂലേ. പക്ഷേ ഇതിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറിയുള്ളി, അതാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് ഇങ്ങനെ ടേസ്റ്റ് കൂട്ടുന്നൊരു ഐറ്റം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ചെറിയുള്ളിയും കടുകും ഉഴുന്നും വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിൻ്റെലയൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ നന്നായിട്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ അല്ലെങ്കിൽ നാടൻ കറികളൊക്കെ ചട്നിയൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. വെളിച്ചെണ്ണക്കൊക്കെ ഒരുപാട് വില അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണല്ലേ. എങ്കിലും നമ്മൾ കഴിയും വിധം കറികളിലൊക്കെ കുറേശ്ശെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുക. സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിവാക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് കറികളിലൊക്കെ ആകുമ്പോൾ, ഫ്രൈ ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്കത് എടുക്കാതെ വേറെ നിർവാഹമില്ലല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ വറ്റൽമുളകൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്ത് ചട്നിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി. ഒരൊറ്റ തവണ ഇതുപോലൊരു ചട്നി ഉണ്ടാക്കി നോക്കണേ. നന്നായിട്ട് മിക്സ് ആക്കുക. നല്ലൊരു തിക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചട്നി ഇട്ട. ഈ ഒരു വടയുടെ കൂടെ സൂപ്പർ കോംബോ ആണ്. അതുപോലെ തന്നെ കുട്ടി ദോശ ഉണ്ടാവല്ലോ, തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന കുട്ടി കുട്ടി ദോശകൾ, അതിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഏകദേശം നമ്മൾ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിരുന്നു അല്ലേ ഈ ഒരു ചട്നി ഉണ്ടാക്കാനുള്ളൊരു 5-6 മിനിറ്റ് കേട്ടോ, ഒരു 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മാവൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മാവും ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ട് പതുക്കെ പ്രസ് ചെയ്തിട്ട് സെൻറ്ററിലൊരു ഹോൾട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. സിമ്പിളല്ലേ. അപ്പോൾ നിങ്ങൾ എത്രയാണോ അവലെടുക്കുന്നത് അതനുസരിച്ചുള്ള ആ ഒരു കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്ക് 2 തവി ആവശ്യം വന്നിട്ടുള്ളൂ, അത്ര തന്നെ ആവശ്യം വരുള്ളൂ കേട്ടോ. മെയിനായിട്ട് ഇതിൽ മുന്നോട്ട് നിൽക്കുന്നത് അവൽ തന്നെയാണ്. കറിവേപ്പിൻ്റെലക്ക് പ്രത്യേകിച്ച് ഒരളവും കാര്യങ്ങളൊന്നുമില്ല, ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കാരണം ഇതിങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ചിലർക്കും മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു തണ്ട് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നും ഇതുപോലെ ബൗളായിട്ട് ഉരുട്ടിയെടുത്ത് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഹോൾട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഹോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇത് ഉഴുന്നും ഇതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു പുളിപ്പുണ്ടാവും, നല്ല പ്ലഫിയാണ് കേട്ടോ. നമ്മളിതിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മുരിഞ്ഞ സൗണ്ടും ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വട കിട്ടുക. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാലും അറിയാം, നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയും വരെ ആ ഒരു എണ്ണ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിൽ നമുക്കൊരു 3 വരെയൊക്കെ ഇതുപോലെ കൊണ്ടുള്ള ചീനച്ചട്ടി ആകുമ്പോൾ നമുക്കൊരു 3 വരെയൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി തിരിച്ചും മറിച്ചും നമുക്ക് നല്ലൊരു മുരിഞ്ഞ ഗോൾഡൻ കളറാവുന്നതുവരെ വേവിച്ചെടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് കേട്ടോ സംഭവം. നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചായയൊക്കെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് പൊരിച്ച് കോരലൊക്കെ കഴിയും. എങ്കിലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയോ മയോണൈസൊക്കെ ഇതിന് സൈഡ് ഡിഷായിട്ട് എടുക്കാം കേട്ടോ. ചട്നി ആകുമ്പോൾ എപ്പോഴും നമുക്ക് തേങ്ങയൊക്കെ വീട്ടിലുണ്ടാവും, പെട്ടെന്ന് റെഡിയാക്കല്ലേ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അടിപൊളി മുരിഞ്ഞ വട ഇവിടെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1ാമത്തെ കഴിഞ്ഞു, 2ാമത്തെ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഒന്ന് വീർത്ത് വരുന്നുണ്ട് കേട്ടോ. അത് ആ വീർത്ത് വന്ന് ചെറിയ രീതിയിലൊന്ന് കളർ ചേഞ്ച് ആയ ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ആയി കിട്ടും. എന്ന് കരുതിയിട്ട് തീ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് ഇടുമ്പോഴേ നമുക്ക് ആ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. കണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടല്ലേ നമ്മുടെ അവല് കൊണ്ടുള്ള വടയൊക്കെ നിൽക്കുന്നത്. ഇതുപോലെ പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളിത് ചട്ടിയിലിട്ടിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിലല്ലേ. നമ്മൾ കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം. കാരണം വേറെ ഒന്നുമല്ല, എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എണ്ണയൊന്നും കുടിക്കൂല, ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ അവസാനത്തെ ട്രിപ്പാണ് കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പൊരിച്ചിന പരിപാടി ഇവിടെ കഴിഞ്ഞു മക്കളെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കണ്ടല്ലോ, നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലൊരു ഐറ്റം ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ അവലല്ലേ, വലിയൊരു ചിലവുമില്ല, ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ലേ. കായത്തിൻ്റെ പൊടി ഇല്ലയെന്ന് കരുതിയിട്ട് ടെൻഷൻ ആവണ്ട. സാമ്പാറിൻ്റെ കായ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ കുറച്ചൊരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഇച്ചിരി ഇട്ട് പൊടിച്ചൊന്ന് ജസ്റ്റ് ചേർത്ത് കൊടുത്താലും ആവശ്യത്തിന് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ അവൽ കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇനി പുഴുന്നില്ല എന്ന് കരുതിയിട്ടൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ അറിയാം പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. നല്ല ചൂടുള്ളതുകൊണ്ട് ഒന്ന് ചൂടാറിയത് കിട്ടിയിട്ടില്ല. കണ്ടോ എത്രത്തോളം ഇത് സോഫ്റ്റാണ്. ഉൾവശം എന്ന് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇതും ഇതുപോലെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല രുചിയാണ്. അതുപോലെ തന്നെ ചട്നി ഉണ്ടെങ്കിൽ ഒന്നുകൂടി അങ്ങോട്ട് ഉഷാറായി. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഈവനിങ്ങിലൊക്കെ അവർ വരുമ്പോൾ ഇതുപോലൊരു ഐറ്റം കുറച്ച് ചട്നിയും ചായയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും കേട്ടോ. പലരും ഞാനിങ്ങനെ കുട്ടികളെ കാര്യം പറയുമ്പോൾ പലരും മക്കളല്ല മുതിർന്നവർക്ക് കഴിച്ചുകൂടെ എന്നൊക്കെ വെച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്താറുണ്ട്. മുതിർന്നവർക്കും കഴിക്കട്ടോ. കാരണം നമ്മൾ ഉമ്മമാർ എപ്പോഴും നോക്കുന്നത് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയം അവർക്ക് ഒന്ന് കൊടുക്കും. അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഉമ്മമാരും ഉണ്ട്. അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുന്ന ഉമ്മമാരും ഉണ്ട് കേട്ടോ. വരുമ്പോൾ എന്താണുള്ള ചെള്ള കൊടുക്കണം എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് കുട്ടികൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി വെക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ മക്കൾ ഒരു മുഷിപ്പായിരിക്കും കേട്ടോ. എങ്കിലും അവർ കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കാനൊക്കെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, അതിനനുസരിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ചായയും വടയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്രിസ്പിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മളിങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഉൾവശമാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ചട്നിയൊക്കെ ചട്നിയിൽ ജസ്റ്റ് മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ടത്. അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഒന്നും പറയാനില്ല, നമുക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. നല്ല മഴയല്ലേ, അപ്പോൾ വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വിശപ്പ് തന്നെ ആയിരിക്കും. ഇതുപോലൊരു ഐറ്റം ഒരു ഇച്ചിരി അവലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എപ്പോഴെത്തുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് നോക്കി കൊടുക്കട്ടോ. ഞാനത് പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ല, അതിൻ്റെ ഒരു ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് കേട്ടു എന്ന് കരുതന്. നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. വല്യുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്തേ ഒരു 1.5 വല്യുള്ളിയൊക്കെ ചേർത്തോളൂ കേട്ടോ. അപ്പോഴാണ് നല്ല രീതിയിലുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതിലിതുപോലെ മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ വടയെടുത്ത് കഴിക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നല്ലൊരു ചായയും ഇതുപോലെയൊക്കെ ഒരു കടിയൊക്കെ പറ്റും എന്നുള്ളവർ ഇന്ന് ഈവനിങ്ങിൽ ഇതന്നെ ആയിക്കോട്ടെ കേട്ടോ. ചായക്കടി നേരം വൈകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു വീഡിയോ എത്തുമ്പോഴേക്കും പറ്റുന്നവരൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.